ഹലോ. അപ്പം ഞാനും മരുന്നേട്ടനും ഇന്ന് വീണ്ടും നമ്മുടെ കൃഷിയിടത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഒരു നല്ലൊരു വാഴക്കൊല ഉണ്ടായിട്ടുണ്ട് ട്ടോ. അത് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോണ വഴിക്ക് ദേ നമ്മുടെ നെയ്ക്കുമ്പളത്തിലൊക്കെ ഒരുപാട് നെയ്ക്കുമ്പളം ഉണ്ടാവുന്നതിൻ്റെ കുഞ്ഞ് സാധനങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പച്ചമുളക് ദേ ചുമന്ന് ചുമന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറിച്ച് ഉണക്കി വെക്കണം. അതാകുമ്പോൾ നമുക്ക് കറിയിലിടാനുള്ള ഉണക്കമുളകും കിട്ടും. പൊടിപ്പിച്ച് മുളക് പൊടി ആക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഉണക്കമുളക് നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. ഞാനതെല്ലാം ഉണക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ വാഴയിലുള്ള കൊലയാണ് കൊലച്ച് നിൽക്കുന്നത്. അതിലൊന്ന് രണ്ട് വാഴപ്പഴമൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അരുണേട്ടൻ ഇന്നത് വെട്ടിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ വാഴയല്ല, ഇത് ആഫ്രിക്കയിലുണ്ടാകുന്ന വാഴയാണ് കേട്ടോ. ഏകദേശം നമ്മളെ നാട്ടിലുണ്ടാകുന്ന ചാരപ്പൂവൻ ഉണ്ടല്ലോ, ചാരപ്പൂവൻ വാഴ, ആ, അതിൻ്റെ അതേ ഒരു പോലെ തന്നെയാണ്. അത്രയും ആ ഒരു അത് നന്നായി പഴുത്ത് വരുമ്പോൾ അതിൻ്റെ തൊലിക്കൊരു ചെറിയ ചാരനിറം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ നല്ല മധുരമാണ് കേട്ടോ, അത് പറയാൻ വയ്യ. നല്ല മധുരമുള്ള കുഞ്ഞ് വാഴപ്പഴമാണ്. അപ്പോൾ അതേ വാഴക്കൊലയൊക്കെ വെട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ നട്ട് നനച്ചുണ്ടാക്കുന്ന വാഴ, അതായത് വേറെ രാസവളങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വെട്ടിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ.